കഴിഞ്ഞ 1-2 എപ്പിസോഡിലായി 2 താഴ്വരകളെ കുറിച്ച് പഠിച്ചു. ഒന്ന് ആഖോർ താഴ്വര, മറ്റൊന്ന് അയ്യാലോൺ താഴ്വര. ഈ 2 താഴ്വരകളും യോശുവയുടെ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ പഠിച്ചത്. ഇത് നമ്മൾ ചിന്തിക്കുന്നത് മറ്റൊരു താഴ്വരയെ കുറിച്ചാണ്. ആ താഴ്വരയുടെ പേര് ഏലാ താഴ്വര എന്നാണ്. നാം ശമൂവേലിന്റെ 1-ാം പുസ്തകം 17-ാമത്തെ അധ്യായം വളരെ ശ്രദ്ധയോടെ വായിക്കുമ്പോൾ ഏലാ താഴ്വരയിലെ സംഭവ വികാസങ്ങൾ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. ശമൂവേലിന്റെ കാലത്ത് ബലം ക്ഷയിച്ചു പോയ ഫെലിസ്ത്യർ, ശൗവലിന്റെ കാലത്ത് ശക്തി ആർജിക്കാൻ കഴിയാതെ പോയ ഫെലിസ്ത്യർ, ശൗവലിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് മാറ്റപ്പെട്ടപ്പോൾ മുതൽ, അഥവാ ശൗവലിനെ യഹോവയായ ദൈവം രാജസ്ഥാനത്ത് നീക്കി ആ അഭിഷേക തൈലം ദാവീദിന്റെ മേൽ പകർന്ന സമയം മുതൽ ഇസ്രായേലിന്റെ മേൽ ഫെലിസ്ത്യർ തള്ളിക്കയറാൻ തുടങ്ങി. അതങ്ങനെയാണ്. നമ്മിൽ ദൈവാത്മാവിന്റെ സാന്നിധ്യം കുറയുമ്പോൾ, ആത്മാവിന്റെ ശക്തി ക്ഷയിക്കുമ്പോൾ പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റും വന്ന് നിറയും. അതൊരു സ്വാഭാവികമായ വസ്തുതയാണ്. സ്വയം ചിന്തിച്ചാൽ അറിയാം. പ്രത്യേകിച്ചും നേതൃനിരയിലുള്ളവർക്ക് നന്നായി മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇവിടെ ശൗവലിന്റെ ശക്തി ക്ഷയിച്ചു. ഇതറിഞ്ഞ ഫെലിസ്ത്യർ ഇസ്രായേലിന്റെ മേൽ ചാടി വീണു. ആ കാലഘട്ടത്തിൽ 2 തരത്തിലുള്ള യുദ്ധമുണ്ടായിരുന്നു. ഒന്ന്, സൈന്യസന്നാഹങ്ങൾ 2 ചേരിയായി നിന്ന് പരസ്പരം ഏറ്റുമുട്ടി ഒരു കൂട്ടം ഒരു കൂട്ടരെ കീഴടക്കും. മറ്റൊന്ന്, 2 ഭാഗത്തു നിന്നും ശക്തരായ 2 പേർ ഒരു താഴ്വരയിലേക്ക് ഇറങ്ങി വരും. അതിന് പറയുന്ന പേര് ദ്വന്ദ്വയുദ്ധം എന്നാണ്. ആ ദ്വന്ദ്വയുദ്ധത്തിൽ ഒരാളെ പരാജയപ്പെടുത്തിയാൽ, പരാജയപ്പെട്ടു പോകുന്ന വ്യക്തി ഏത് രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നുവോ ആ രാജ്യത്തിലുള്ള എല്ലാവരും കീഴടങ്ങണം. ഇതാണ് യുദ്ധപ്രമാണം. ദ്വന്ദ്വയുദ്ധത്തിന്റെ പ്രമാണം അതാണ്. ഫെലിസ്ത്യർ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്താൻ ഒരു കാരണമുണ്ടായി. വില്ലന്മാരിൽ വില്ലനായ, മല്ലന്മാരിൽ മല്ലനായ ഗോലിയാത്ത് എന്ന് പറയുന്ന ഒരു അതികായൻ അവരുടെ നടുവിൽ ജീവിക്കുന്നുണ്ടായിരുന്നു. അവർ വിചാരിച്ചു, ഗോലിയാത്ത് വിചാരിച്ച ഇസ്രായേലിനെ പരാജയപ്പെടുത്താം. ഗോലിയാത്തിനെ പോലെ തലക്കനമുള്ളവരാരും ഇസ്രായേലിൽ ഇല്ല. ഗോലിയാത്തിനെ പോലെ കരുത്തനായിട്ടാരും ഇസ്രായേലിൽ കാണുവാനില്ല. അതുകൊണ്ട് ദ്വന്ദ്വയുദ്ധം ഉണ്ടായാൽ നിഷ്പ്രയാസം ഇസ്രായേലിനെ പരാജയപ്പെടുത്താമെന്ന് കണ്ടു. ശൗവലും വിട്ടുകൊടുത്തില്ല. നമ്മുടെ കൂട്ടത്തിൽ നിന്നും ആരെയെങ്കിലും വിടാം എന്നൊക്കെ ചിന്തിച്ചു. പക്ഷേ ദൈവമക്കളെ, ഏലാ താഴ്വരയിൽ എന്നും വന്ന് ഇസ്രായേൽ നിറയെ വെല്ലുവിളിക്കും ഒരുവൻ. ശൗവൽ തൻ്റെ പഴയ ശൂരപരാക്രമങ്ങളെല്ലാം വിട്ടുപോയി. അവന്റെ ജീവിതത്തിലേക്ക് തിന്മ കടന്നു വന്നതോടെ, അഭിഷേകം നഷ്ടപ്പെട്ടതോടെ പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടു. നിങ്ങളൊന്ന് കേൾക്കണേ. അഭിഷേകം നഷ്ടപ്പെട്ടാൽ പ്രാഗൽഭ്യം നഷ്ടപ്പെടും. പാപത്തിൽ വീണാൽ വാക്കുകളുടെ മൂർച്ച കുറയും. പാപത്തിൽ ജീവിച്ചാൽ നമ്മുടെ ബലം ക്ഷയിക്കും. പാപത്തിൽ ജീവിച്ചാൽ ഭയം നേരിടും. ഭയം. ശൗവൽ അങ്ങനെ ഭയത്തിനും അപകർഷതാബോധത്തിനും
മനസ്സാക്ഷിയുടെ വേദനയ്ക്കും എല്ലാം അവൻ അടിമയായി. അവന് പ്രാഗൽഭ്യം പോയി. ശൗലിന്റെ ഭയം ഇസ്രായേലിന്റെ വീര്യം കെടുത്തുന്നതായിരുന്നു. നേതൃത്വം കൊടുക്കുന്നവർ പാപത്തിൽ വീണാൽ, നേതൃത്വം കൊടുക്കുന്നവർ ഭയവിഹ്വലരായാൽ പിന്നിൽ നിൽക്കുന്നവർ എന്ത് ചെയ്യും? അവരൊക്കെ പരാജിതരാകും. 25 ലക്ഷത്തിലധികം വരുന്ന ജനത്തെ കനാൻ നാട്ടിലേക്ക് നടത്തിയ വിക്കനായ മോശ മരുഭൂമിയെ താണ്ടി, ചെങ്കടലിനെ താണ്ടി വിജയിച്ച് പിസ്ക കൊടുമുടി വരെയും എത്തിച്ചേർന്നത് എന്തെന്ന് ചോദിച്ചാൽ ഒറ്റ കാരണമാണ്: മോശയുടെ പ്രാഗൽഭ്യം, മോശയിൽ നിറയപ്പെട്ട അഭിഷേകം, മോശയുടെ ധൈര്യം. അത് ജനത്തെ നയിക്കാൻ മതിയായതായിരുന്നു. പ്രിയമുള്ളവരെ, ശൗലിന് അത് നഷ്ടമായി. ജനം അതുകൊണ്ട് ഭയപ്പാടിലായി, പരിഭ്രാന്തിയിലായി. സൈന്യത്തിൽ ഗോലിയാത്തിനോട് പോരാടാൻ കരുത്തുള്ളവരായി ആരെയും ശൗൽ കണ്ടെത്തിയില്ല. അങ്ങനെ ഇരിക്കെ ദാവീദിന്റെ സഹോദരങ്ങളുണ്ട് യുദ്ധക്കളത്തിൽ. അവരെ കാണുവാൻ എന്ന ഭാവേന അവർക്കുള്ള ആഹാരവും മറ്റുമൊക്കെയായി ഇസ്രായേൽ നിരകൾക്കിടയിലേക്ക് ചെല്ലുകയാണ്. ഇസ്രായേൽ നിരകൾക്കിടയിൽ ചെല്ലുമ്പോൾ എല്ലാവരും തമ്മിൽ സംസാരിക്കുന്നു. എല്ലാവരുടെയും കണ്ണ് ഗോലിയാത്തിന്റെ മേലാണ്. ഗോലിയാത്തിനെ അവർ വളരെ വലുതായി കണ്ടു. അതൊരു ദർശനം നഷ്ടപ്പെടുന്നതിന്റെ ലക്ഷണമല്ലേ? മുൻപിലുള്ള ശത്രുവിനെ ദൈവത്തെക്കാൾ വലുതായി കാണുന്ന പ്രവണത, മുൻപിലുള്ള ശത്രുവിനെ ശക്തനായി കാണുന്ന പ്രവണത, മുൻപിലുള്ള ശത്രുവിനെ നോക്കിക്കൊണ്ട് സ്വയം ബലഹീനനാകുന്ന പ്രവണത, ഇതൊരു മാരകമായ വിഷം പോലെയാണ്. ഇസ്രായേലിലെ സകല സഭയിലേക്കും സകല ജനങ്ങളിലേക്കും ഇത് വിഷം പോലെ പകർന്നു. അവരുടെ എല്ലാം ശക്തി ക്ഷയിച്ച്, ഭക്ഷണം കഴിച്ച് വീര്യം നഷ്ടപ്പെട്ട് ഗോലിയാത്തിന്റെ വെല്ലുവിളിയുടെ മുൻപിൽ പകച്ചു നിൽക്കുന്ന ജനം, വേഷഭൂഷാദികളും അംശവസ്ത്രങ്ങളും രാജകീയ വസ്ത്രവും പടവാളും എല്ലാം ധരിച്ച് ഇരുകർത്തിവ്യതാൻ മൂഢനായി നിൽക്കുന്ന ശൗൽ, എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന സേനാധിപന്മാർ. അതിന്റെ നടുവിൽ ദാവീദ് ചെന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, പരാജയപ്പെട്ടവരുടെ നടുവിൽ വിജയത്തിന്റെ കാഹളം മുഴക്കുന്നവനാണ് ഒരു ദൈവ പൈതലെന്ന് ഓർക്കണം. പരാജയങ്ങളെ വിജയമാക്കി മാറ്റാൻ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ഒരു വ്യക്തിക്ക് കഴിയും. അത് ബാലനോ വൃദ്ധനോ യുവാവോ എന്നതൊന്നും പ്രശ്നമല്ല. ഏത് വീട്ടിൽ നിന്ന് വന്നു, എവിടെ നിന്ന് വന്നു, ആരുടെ മകൻ, ഇതൊന്നും കാരണമല്ല. ദൈവത്തിന്റെ അഭിഷേകം തലയിൽ ഉള്ളിടത്തോളം കാലം ശത്രുവിനെ വലുതായി കാണാൻ ആ വ്യക്തിക്ക് കഴിയില്ല. കാരണം ആ ശത്രുവിനേക്കാൾ വലിയവൻ എൻ്റെ ഉള്ളിൽ ജീവിക്കുന്നു. ആ തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകട്ടെ, ആ ഉൾക്കാഴ്ച നമ്മൾക്കുണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ദാവീദ് ചെല്ലുമ്പോൾ ഇവരെല്ലാവരും ഭയചകിതരായി നിൽക്കുകയാണ്. ദാവീദ് അവരോട് ഇങ്ങനെ പറഞ്ഞു: എനിക്ക് ഒരു അവസരം തരികയാണെങ്കിൽ ദൈവത്തിന്റെ സേനയെ നിന്ദിക്കുന്ന ഇവനെ ഞാൻ പോയി കൈകാര്യം ചെയ്യാം. അതിന്റെ 25-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചു നോക്കൂ. 17-25. അവനെ കണ്ടപ്പോൾ ഇസ്രായേലിലൊക്കെയും ഏറ്റവും ഭയപ്പെട്ടു, അവന്റെ മുൻപിൽ നിന്ന് ഓടി. കണ്ടോ? അപ്പോൾ ഇസ്രായേലിൽ വന്നു നിൽക്കുന്ന ഇവനെ കണ്ടുവോ? അവൻ ഇസ്രായേലിനെ നിന്ദിപ്പാൻ വന്നിരിക്കുന്നു എന്ന് ദാവീദിനോട് അവർ പറഞ്ഞു.
അവനെ കൊല്ലുന്നവനെ രാജാവ് മഹാസമ്പന്നനാക്കുകയും അവന്റെ മകളെ അവന് കൊടുക്കുകയും അവന്റെ പിതൃഭവനത്തിന് ഇസ്രായേൽ കരമൊഴിവ് കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. രാജാവിന്റെ പാരിതോഷികം ഓഫർ എല്ലാം ഇവർ ദാവീദിനെ അറിയിച്ചു. അപ്പോൾ ദാവീദ് തന്റെ അടുക്കൽ നിൽക്കുന്നവരോട്, ഈ ഫെലിസ്ത്യനെ കൊന്ന് ഇസ്രായേലിൽ നിന്ന് നിന്നയെ നീക്കി കളയുന്നവന് എന്തു കൊടുക്കും? ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ആര്? പോരാട്ടത്തിന്റെ ശൗര്യം ഇതാണ്. ദൈവത്തെ നിന്ദിക്കുന്നത് കേൾക്കുമ്പോൾ ഹൃദയത്തിന് ചൂട് പിടിക്കണം. അപ്പുറവും ഇപ്പുറവും കൂട്ടിക്കോളത്തിൽ നടക്കുന്ന പണിയല്ല. അതും ശരിയാണ് ഇതും ശരിയാണെന്ന് പറയുന്ന പരിപാടിയല്ല. മറിച്ച് എന്റെ ദൈവത്തെ നിന്ദിച്ചാൽ നിന്ദിക്കുന്നവരുടെ മുൻപിൽ ധൈര്യത്തോടെ നിൽക്കാനുള്ള, നിന്ദിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വേദനയുണ്ടല്ലോ, അതാണ് കരുത്ത്, അതാണ് ആയുധം. ദാവീദിന് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. ദാവീദ് പറഞ്ഞു, ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ആർ? നമ്മെ അഭിഷേകം ചെയ്ത, നമ്മുടെ തെരഞ്ഞെടുത്ത, നമ്മളുടെ പിതാക്കന്മാരെ മരുഭൂമിയിലൂടെ നടത്തിയ, മന്നയും കാടപ്പക്ഷിയും കൊടുത്ത് നടത്തിയ, ചെങ്കടലിനകത്തൂടെ തൂവർ നിലമാക്കി മറുകര കടത്തിയ, സാത്താന്റെ പോരാട്ടങ്ങളെ തകർത്ത, മോവാബ്യ സമഭൂമിയിൽ തകർന്നടിഞ്ഞു പോയ ജനത്തിന് ഉദ്ധാരണം കൊടുത്ത നമ്മുടെ പിതാവായ മോശയുടെയും നമ്മുടെ പിതാവായ അബ്രാഹാമിനെയും നിന്ദിക്കുന്നതിന്റെ മുൻപിൽ, അവരുടെ ദൈവത്തെ നിന്ദിക്കുന്നതിന്റെ മുൻപിൽ എനിക്കെങ്ങനെ നിൽക്കാൻ കഴിയും? ദാവീദിന്റെ ശരീരം കോരിത്തരിച്ചു. ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ആർ? ഈ ഒരു വീര്യം സാത്താന്റെ കോട്ടകളെ നോക്കി ഓരോ ദൈവവേദന്റെയും ഹൃദയത്തിൽ നിന്ന് ഉതിർന്നു വരണം. ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ആർ? അതിന് ജനം, അവനെ കൊല്ലുന്നവൻ ഇന്നതൊക്കെയും കൊടുക്കും എന്ന് അവനോട് ഉത്തരം പറഞ്ഞു. അവരോട് അവൻ സംസാരിക്കുന്നത് അവന്റെ മൂത്ത ചേട്ടൻ കേട്ടു. ജ്യേഷ്ഠന്റെ പേര് ഏലിയാബ് എന്നാണ്. ഏലിയാബ് കേട്ട് ദാവീദിനോട് കോപിച്ചു, നീ ഇവിടെ എന്തിനു വന്നു? മരുഭൂമിയിൽ കുറെ ആടുള്ളത് നീ ആരുടെ പക്കൽ വിട്ടേച്ചാണ് പോന്നത്? നിന്റെ അഹങ്കാരവും നിഗളവും എനിക്കറിയാം. പട കാണാനല്ലേ നീ വന്നത് എന്ന് പറഞ്ഞു. അതിന് ദാവീദ്, ഞാൻ ഇപ്പോൾ എന്ത് ചെയ്തു? ഒരു വാക്കല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അവനെ വിട്ടുമാറി മറ്റൊരുത്തനോട് അങ്ങനെ തന്നെ ചോദിച്ചു. ജനം മുമ്പിലത്തെ പോലെ തന്നെ ഉത്തരം പറഞ്ഞു. ദാവീദ് പറഞ്ഞ വാക്ക് പരസ്യമായപ്പോൾ ശൗലിന് അറിവ് കിട്ടി. അവനെ വിളിച്ചു വരുത്തി. ദാവീദ് ശൗലിനോട് 32-ാം വാക്യം, ഇവന്റെ നിമിത്തം ആരും അധൈര്യപ്പെടേണ്ട. അടിയൻ ചെന്ന് ഈ ഫെലിസ്ത്യനോട് അംഗം പൊരുതും എന്ന് പറഞ്ഞു. ശൗൽ ദാവീദിനോട്, ഈ ഫെലിസ്ത്യനോട് ചെന്ന് അംഗം പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല മോനെ, നീ ബാലനത്രേ, നിനക്കതിനുള്ള പ്രാപ്തിയില്ല, നീ ബാലനാണ്. അവനോ ബാല്യം മുതൽ യോദ്ധാവായിരുന്നു. എന്നാൽ ദാവീദ് അവന്റെ കാര്യങ്ങൾ സാക്ഷ്യത്തിലൂടെ അവൻ വെളിപ്പെടുത്തി. അവൻ പറഞ്ഞു, ഞാൻ ബാല്യം മുതൽ യോദ്ധാവാണ്. ദാവീദ് ശൗലിനോട് പറഞ്ഞത്, അടിയൻ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലൊരു സിംഹവും ഒരിക്കലൊരു കരടിയും വന്നു. കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിൻ്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. അതെൻ്റെ നേരെ വന്നപ്പോൾ ഞാനതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു. ഇങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയെയും കൊന്നു. ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ
ജീവനുള്ള ദൈവത്തിന്റെ സൈന്യത്തെ നിന്ദിച്ചിരിക്കൊണ്ട് അവയിൽ ഒന്നിനെ പോലെ ആകും. ദാവീദ് പിന്നെയും സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. രക്ഷിച്ച യഹോവ രക്ഷിക്കും. ഇതാണ് ദാവീദ് കണ്ടുപിടിച്ച തത്വം. എന്റെ ആട്ടിൻകൂട്ടത്തെ സിംഹത്തിന്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് വിടുവിച്ചത് എന്റെ കൈക്കരുത്ത് കൊണ്ടല്ല, എന്നെ അഭിഷേകം ചെയ്ത എന്റെ ദൈവത്തിന്റെ കരുത്താണെന്ന് നന്നായി മനസ്സിലാക്കിയവൻ പറഞ്ഞു, യഹോവയാൽ ഞാൻ അവനെ ജയിക്കും. കരടിയെയും സിംഹത്തെയും കൊന്നുകളയാൻ എന്നെ സഹായിച്ച എന്റെ ദൈവം ഇവന്റെ മുൻപിലും എന്നെ സഹായിക്കും. പ്രിയമുള്ളവരെ, കരടിയും സിംഹവും എന്തിനെ കാണിക്കുന്നു? കരടി ജഡത്തെ കാണിക്കുന്നു, സിംഹം സാത്താനെ കാണിക്കുന്നു. ജഡത്തെയും സാത്താനെയും പരാജയപ്പെടുത്തുന്ന ഏത് ദാവീദുമാരും ഏത് ഗോലിയാത്തിനെയും ജയിക്കും, ഏത് വെല്ലുവിളിയെയും ജയിക്കും. ജയിക്കണമെങ്കിൽ ജഡത്തെയും സാത്താനെയും പരാജയപ്പെടുത്തിയ അഭ്യാസ മുറകൾ അറിഞ്ഞിരിക്കണം. ദാവീദിന് ഇതേ പറയാനുള്ളൂ. എൻ്റെ ആടുകളെ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷിച്ച പരിചയം, എൻ്റെ ആടുകളെ കരടിയുടെ വായിൽ നിന്ന് വിടുവിച്ച പരിചയം എന്റെ ബലത്താലല്ല, സേനയുടെ ശക്തിയാലല്ല, ദൈവത്തിന്റെ കരങ്ങളാൽ എന്നെ വിടുവിച്ച ആ ബലം. ദാവീദിന് അവസരം കൊടുത്തു. ദൈവമക്കളെ, എന്താണ് അവന്റെ മുദ്രാവാക്യം? രക്ഷിച്ച ദൈവം രക്ഷിക്കും. വചനം കേൾക്കും ദൈവമക്കളെ, നമ്മളെയൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ഏതെല്ലാം പ്രതിസന്ധികളുടെ നടുവിൽ നിന്ന് രക്ഷിച്ചു. ആ രക്ഷിച്ച ദൈവത്തെ മറക്കരുത്. രക്ഷിച്ചവൻ രക്ഷിക്കും, വിടുവിച്ചവൻ വിടുവിക്കും, സഹായിച്ചവൻ സഹായിക്കും, അനുഗ്രഹിച്ചവൻ അനുഗ്രഹിക്കും, നടത്തിയവൻ നടത്തും. ക്ഷീണിച്ചു പോകല്ലേ? ദാവീദിന്റെ ഉള്ളം നിറഞ്ഞു. രാജാവിനോട് പറഞ്ഞു, രക്ഷിച്ചവൻ രക്ഷിക്കും. ദാവീദ് അതിനായി പുറപ്പെടുകയാണ്. രാജാവിന്റെ അംശവസ്ത്രങ്ങളും കൊട്ടാരവും തൊപ്പിയും കുപ്പായും എല്ലാം ധരിപ്പിച്ചപ്പോൾ അവൻ അതെല്ലാം മാറ്റി. എനിക്കിതൊന്നും ശീലമില്ല. വനാന്തരത്തിനകത്ത് ആടിനെ നോക്കിക്കൊണ്ട് നടന്നവൻ. ചേട്ടനൊക്കെ മനസ്സിൽ പറഞ്ഞു കാണും, പോയി ചാകട്ടെ എന്ന്. എന്നാൽ ദാവീദ് ഒരു കവണി മിനുസമുള്ള 5 കല്ലുമെടുത്ത് എല്ലാ താഴ്വരയുടെ അടിവാരങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. ഗോലിയാത്ത് ദാവീദിനെ കണ്ടപ്പോൾ പൊട്ടിച്ചിരിച്ചു. ഒരു നായുടെ അടുക്കലേക്ക് എന്ന പോലെ എന്റെ അടുത്തേക്ക് വരാൻ നീ ആര്? പരിഹസിച്ചു, യഹോവയെ നിന്ദിച്ചു. പ്രൈസ് ദി ലോർഡ്. എല്ലാ താഴ്വര ശത്രുവിന്റെ മേൽ ജയം കൊണ്ട താഴ്വരയാണ്. എല്ലാ താഴ്വര സാത്താനെ പരാജയപ്പെടുത്തിയ താഴ്വരയാണ്. ദൈവജനത്തെ രക്ഷിച്ച താഴ്വരയാണ്. ദൈവം എളിയവരെ ഉപയോഗിച്ച താഴ്വരയാണ്. അവഗണിക്കപ്പെട്ടവരെയും നിന്ദിക്കപ്പെട്ടവരെയും ഉപയോഗിച്ച താഴ്വരയാണ് ഏലാ താഴ്വര. അവന്റെ കയ്യിലുള്ള കവണിയെടുത്തു. മിനുസമുള്ള 5 കല്ലിൽ ഒരു കല്ല് അവന്റെ കവണിയിൽ വെച്ചു. ചുഴറ്റി എറിഞ്ഞു. അത് ഗോലിയാത്തിന്റെ നെറ്റിക്കടിച്ചു. അവൻ പമ്പരം കറങ്ങും പോലെ കറങ്ങി വീണു. ദാവീദ് ഓടിച്ചെന്നു. അവന്റെ ഉറയിൽ നിന്ന് വാളൂരി. അവന്റെ നെഞ്ചത്ത് കയറി നിന്ന് നൃത്തം ചവിട്ടിയ ബാലൻ കഴുത്ത് വെട്ടി അവന്റെ തലയുമായി തിരിച്ചു വന്നു. ഇസ്രായേൽ ജനം പാടി, ഏറ്റേറ്റു പാടി. ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു. സ്ത്രീകളും കുട്ടികളും പാട്ടുപാടി വരവേറ്റു. ദാവീദിന്റെ കയ്യിൽ 9 അടി ഉയരവും അതിന് തക്കവണ്ണം പൊക്കവും തൂക്കവും വണ്ണവുമുള്ള അവന്റെ തല താങ്ങിപ്പിടിച്ചവൻ പാളയത്തിൽ നിന്ന് കയറി വരുമ്പോൾ ജനം കൈയടിച്ച് അവനെ അഭിനന്ദിച്ചു.
എന്താണ് ആ ജയത്തിന്റെ കാരണം? കല്ലിന്റെയും കവണിയുടെയും മഹത്വമല്ല, ദാവീദിന്റെ പ്രതിഭയല്ല. ദാവീദിനെ കഴിഞ്ഞ കാലങ്ങളിൽ രക്ഷിച്ച ദൈവം രക്ഷിക്കാൻ മതിയായവനാണ്. ദൈവജനം കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ മുൻപിൽ രൂപപ്പെടുന്ന ഏത് താഴ്വരകളിലും ജയം തരാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. അത് ദൈവമക്കളുടെ ജയത്തിന്റെ താഴ്വരയാണ്, സാത്താന്റെ പരാജയത്തിന്റെ താഴ്വരയാണ്, അഭിഷേകത്തിന്റെ മഹത്വം വെളിപ്പെടുന്ന താഴ്വരയാണ്, സാക്ഷ്യങ്ങളുടെ വിജയത്തിന്റെ താഴ്വരയാണ്, സർവശക്തന്റെ നാമം മഹത്വമെടുക്കുന്ന താഴ്വരയാണ്. പാവം ദാവീദിനെ ദൈവം ഉപയോഗിച്ചു. ഈ വചനം നിങ്ങൾക്ക് മുമ്പിലുള്ള പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ ജയം തരാൻ മതിയായ യേശുവിൻ്റെ നാമത്തിൻ്റെ ജയമായി മാറട്ടെ. പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. സർവശക്തനായ ദൈവമേ, കരുണയുള്ള കർത്താവേ, വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരും നിനക്ക് വിലപ്പെട്ടവരുമായ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാൽ, ഞങ്ങളുടെ മുൻപിലെ പ്രതിസന്ധികളുടെ താഴ്വരകളിൽ ഞങ്ങൾ വട്ടം കൂടിയിരുന്ന് നിരാശപ്പെട്ട് തകരുമ്പോൾ, നടത്തിയ ദൈവം നടത്തുമെന്നുള്ള, രക്ഷിച്ച ദൈവം രക്ഷിക്കുമെന്നുള്ള വലിയ കാഴ്ചപ്പാടോടുകൂടി ശത്രുവിനെ പരാജയപ്പെടുത്താനുള്ള ബലം നിന്റെ പ്രിയ മക്കൾക്ക് നീ കൊടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു. അവിടുന്ന് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.